ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മുട്ടയും ഒരു ഉരുളക്കിഴങ്ങും പുഴുങ്ങാനിട്ടിട്ടുണ്ട്. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും നമ്മുടെ കറിക്ക് ആവശ്യമുണ്ട്. മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുന്ന സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്നു വരുന്ന സമയം നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുന്ന സമയം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് ഒരല്പം ഒന്ന് കുറുക്കിയെടുത്താൽ അടിപൊളി കറി റെഡിയായി. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കണം. നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം കറി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ ബൈ.